നിങ്ങളുടെ ശോഭ ഞാൻ പോയാൽ പോരെ. ആലപ്പുഴയിലെ ജനങ്ങൾ എപ്പോഴും ഭരണകക്ഷിയുടെ കൂടെ നിൽക്കാൻ കുറച്ച് താല്പര്യം കാണിക്കും. നദ്ദാജി പ്രവർത്തിച്ചപ്പോഴാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കിയത്. 50,000 കോടി രൂപയുടെ നൗക നീറ്റിൽ അണിയിക്കാൻ വേണ്ടി ഇറക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനത്തിന് വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ പരിസരത്ത് വരുന്നു. എന്റെ NDAയുടെ താമര ചിഹ്നത്തിൽ അത് പിടിക്കാനുള്ള കഴിവും ശേഷിയും ശേമുഷിയും കഴിഞ്ഞ 10 വർഷത്തെ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഗ്യാരണ്ടി അത് കേരളത്തിൽ ആകമാനം അലയടിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ജനങ്ങൾക്ക് ആകമാനം ബോധ്യം വന്നിട്ടുണ്ട്. നരേന്ദ്രമോദി ഗവൺമെന്റ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് കൊടുത്തിട്ടുള്ള ഹൈവേയുടെ പേരിലാണ് ഇടതുപക്ഷം ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടുള്ളത്. അതേ ഹൈവേയുടെ പേരിലാണ് ഒരു ബന്ധവുമില്ലാത്ത കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടുള്ളത്. ഞാൻ ഇവിടുത്തെ ജനങ്ങളോട് ചോദിക്കുന്നത് 47 വർഷം കാത്തിരുന്നിട്ട് ആലപ്പുഴയ്ക്ക് കിട്ടാത്ത ബൈപ്പാസ് സാർത്ഥകമാക്കിയത് നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന ഞങ്ങളുടെ മന്ത്രിയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കൊണ്ടുവന്നതിന്റെ പേരിലാണ് ജനങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്നതെങ്കിൽ അതിന് അവകാശപ്പെട്ടയാൾ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി വിശ്വസിക്കുന്ന പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സാധാരണക്കാരിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രനാണ്. ഇവിടെ തന്നെയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കി ഉയർത്തിയത് ശ്രീമാൻ നദ്ദയാണ്. ഈ നദ്ദാജി എന്ന് പറയുന്ന മനുഷ്യൻ അന്ന് ആരോഗ്യ വകുപ്പിന്റെ ക്യാബിനറ്റ് മിനിസ്റ്ററാണ്. ആ സമയത്താണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ഒരു MP-യോ ഒരു MLA-യോ നിവേദനം കൊടുത്തിട്ടല്ല വിവിധങ്ങളായിട്ടുള്ള വികസന പ്രശ്നങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്യണമെന്ന് നരേന്ദ്രമോദിയുടെ താല്പര്യാർത്ഥം നദ്ദാജി പ്രവർത്തിച്ചപ്പോഴാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കിയത്. ഇന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് മരുന്നില്ല. സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ 6 മാസത്തേക്ക് സ്കാനിങ് മെഷീൻ ഒഴിവില്ല. അവിടെ ഒരു മൈക്രോ റിസൾട്ട് എന്തെങ്കിലും വേണമെങ്കിൽ അവർ പുറത്തു പോയിട്ട് ടെസ്റ്റ് നടത്തിയിട്ട് തിരിച്ചു വരണം. ആശുപത്രിയിൽ കിടക്കുന്ന രോഗിക്ക്, അമ്മയ്ക്ക്, അച്ഛന്, വൃദ്ധ പ്രായമായിട്ടുള്ള ആളുകൾ, വാർദ്ധക്യത്തിൽ നിൽക്കുന്ന ആളുകൾ മക്കളെയും കൊണ്ട് ഒരു രോഗമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ മരുന്ന് വാങ്ങാൻ പുറത്തേക്ക് പോകണം. ഒരു സൗകര്യങ്ങളും വർദ്ധിതമാക്കാതെ നരേന്ദ്രമോദി കൊടുത്ത സൂപ്പർ സ്പെഷ്യാലിറ്റി ഇന്ന് മരവിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ആലപ്പുഴയിൽ തുടരുന്നത്. ഇതിനൊരു മാറ്റം വേണം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അമൃത് നഗരം പദ്ധതിയിലൂടെ, സുകന്യാ സമൃദ്ധി പദ്ധതിയിലൂടെ, മാതൃവന്ദനം പദ്ധതിയിലൂടെ, ഇന്ദ്രധനുഷ് പദ്ധതിയിലൂടെ, സ്റ്റാർട്ടപ്പ് ഇന്ത്യയിലൂടെ, സ്റ്റാൻഡപ്പ് ഇന്ത്യയിലൂടെ, അരൂര് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങൾ, 50,000 കോടി രൂപയുടെ നൗക നീറ്റിൽ അണിയിക്കാൻ വേണ്ടി ഇറക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനത്തിന് വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ പരിസരത്ത് വരുന്നു. അവിടെ അവിടെയുള്ള എന്താ പറയാ അതിബൃഹത്തായിട്ടുള്ള ചിന്താഗതികൾ ചർച്ച ചെയ്യുന്നു. നമ്മൾ 16ഓളം വരുന്ന ലോക രാജ്യങ്ങളിലേക്ക് നമ്മുടെ ഭാരതത്തിന്റെ യുദ്ധോപകരണങ്ങൾ കയറ്റുമതി ചെയ്തയക്കുന്നു. അരൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കിയാൽ ഇവിടുത്തെ കർഷകരുടെ മടവീഴ്ച തടയാൻ ശാസ്ത്രീയമായിട്ട് എന്ത് ചെയ്യണമെന്ന് പോലും ആലപ്പുഴയിലെ കർഷകരുടെ മുന്നിൽ തെളിയിച്ചു കൊടുക്കാൻ സാധിക്കാത്ത MLA-മാരും MP-മാരുമുള്ള ഒരു നാടാണ് ഈ ആലപ്പുഴ. ഇവിടെയാണ് ലോകം പരിസ്ഥിതി താപനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ താപനത്തെ കുറയ്ക്കാൻ ആവശ്യമായി പ്ലാസ്റ്റിക്കിനെ മാറ്റി നിർത്തിക്കൊണ്ട് കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ കയറിന്റെ പറുദീസയായിരുന്നു ആലപ്പുഴ. അപ്പൊ കിഴക്കന്റെ വെനീസ് ആയിട്ടുള്ള ഈ ആലപ്പുഴയിൽ കയർ നിർമ്മാണത്തിനും കയർ തൊഴിലാളികൾക്കും ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാൻ ഏറെ സാഹചര്യം ഉണ്ടായിട്ടും ആ സാഹചര്യത്തെ ഉപയുക്തമാക്കി മാറ്റാൻ സാധിക്കാതെ കേരം തിങ്ങും കേരള നാട് ഇന്ന് കേരവുമില്ല, ചകിരിയുമില്ല, കയറുമില്ല എന്നുള്ള അവസ്ഥയിലാണ്. ഇവിടെ നിന്ന് മുതലാളിമാരെല്ലാം തന്നെ ഇവിടെ പൊള്ളാച്ചിയിലേക്കും തമിഴ്നാട്ടിലേക്കും വണ്ടി കയറിയിരിക്കുകയാണ്. ഇവിടെയാണ് മത്സ്യമേഖലയിൽ പണിയെടുക്കുന്ന അമ്മമാർ കൂടുതലുള്ളത്. പക്ഷേ മീൻ പിടിക്കാൻ പോകുന്ന ആളുകൾ, കടലിൽ പോയി മീൻ പിടിക്കുന്നവർക്കും അതുപോലെ തന്നെ കായൽ തീരത്ത് പോയിട്ട് ഉപജീവന മാർഗം കഴിക്കുന്ന ഉൾനാടൻ മത്സ്യബന്ധനം നടത്തുന്നവർക്കും അവർക്ക് അവരുടേതായിട്ടുള്ള പരാധീനതകളുണ്ട്. അതിനെ നമുക്ക് മാറ്റാൻ സാധിക്കണ്ടേ? ഇവിടുത്തെ ടൂറിസത്തിന്റെ ഹബ്ബാക്കിയിട്ട് ആലപ്പുഴയെ മാറ്റാൻ അതിനാവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ അതിനുള്ള തന്റെ ഇടവും പ്രാപ്തിയുമായിട്ട് ഇവിടുത്തെ പാർലമെന്റേറിയന്മാർ മാറണ്ടേ എന്നുള്ളതാണ് ചോദ്യം. എനിക്ക്
ഓപ്പോസിറ്റ് നിൽക്കുന്ന 2 സ്ഥാനാർത്ഥികളുണ്ട്. ആലപ്പുഴയിലെ ജനങ്ങൾ എപ്പോഴും ഭരണകക്ഷിയുടെ കൂടെ നിൽക്കാൻ കുറച്ച് താല്പര്യം കാണിക്കും. എന്താ കാരണമെന്നറിയുമോ? ഭരണകക്ഷിയുടെ കൂടെയുള്ള ആളാണെങ്കിൽ എത്രമാത്രം പ്രവർത്തിക്കാൻ സാധിക്കുമോ അത്രമാത്രം പ്രവർത്തിക്കുമെന്നുള്ള ഒരു വിശ്വാസം ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ആലപ്പുഴ ചിന്തിച്ചിട്ടുള്ളതും വോട്ട് ചെയ്തിട്ടുള്ളതും ആരാണോ ഡൽഹിയിൽ ഭരിക്കുന്നത് ആ ഡൽഹിയിൽ ഭരിക്കുന്നവരെ തന്നെ ഇവിടെയും വിജയിപ്പിക്കാൻ സാധിക്കുമോ എന്ന് റിസർച്ച് ചെയ്ത് നോക്കിയിട്ടുള്ള ആളുകളാണ് ആലപ്പുഴയിലെ ജനങ്ങൾ. അതുകൊണ്ടാണ് ഇഞ്ചോടിഞ്ച് മത്സരം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ കണ്ടിട്ടുള്ളത്. ഇവിടെ നടക്കുന്നത് ഒരു ത്രികോണ മത്സരമാകണം എന്നാണ് എന്റെ താല്പര്യം. കാരണം ആ ത്രികോണ മത്സരത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പെട്ടിയിലെ വോട്ടും കോൺഗ്രസിന്റെ പെട്ടിയിലെ വോട്ടും അവരവർ പിടിക്കുകയും ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന എന്റെ NDAയുടെ താമര ചിഹ്നത്തിൽ അത് പിടിക്കാനുള്ള കഴിവും ശേഷിയും ശേമുഷിയും അത് എനിക്ക് എന്റെ ഈ കഴിഞ്ഞ കാലങ്ങളിലൂടെ എന്റെ പ്രവർത്തകന്മാരുടെ പ്രവർത്തനവും കഠിന പ്രയത്നവും എന്റെ ഒരു പ്രവർത്തനവും കൂടി ചേരുന്ന സമയത്ത് അത് ഉണ്ടായിട്ടുണ്ട്. ആലപ്പുഴയിൽ 19,000 വോട്ട് 50,000 ആയി, 50,000 180 ആയി. ഞാൻ പാലക്കാട് പോയപ്പോൾ 60 138,650 ആയി. ഞാൻ ആറ്റിങ്ങൽ പോയപ്പോൾ 90 2.5 ലക്ഷമായി. ഇവിടെ 2 ലക്ഷത്തോളം വോട്ടുണ്ട്. അപ്പൊ അത് 4.5 ആക്കാൻ ഞാനും എന്റെ സഹപ്രവർത്തകരും കൂടി മതി. കുറച്ച് നാട്ടുകാരുടെ വോട്ട് എന്തായാലും എനിക്ക് കിട്ടും. കാരണം അവർക്ക് വിശ്വാസമുണ്ട്. അവരുടെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് മനുഷ്യത്വത്തിന് വേണ്ടി നിൽക്കുന്ന, സമൂഹത്തിൽ എങ്ങനെയായിരിക്കണം ഒരു രാഷ്ട്രം എന്നുള്ള ചിന്താഗതിയുള്ള, ബോധ്യമുള്ള, സ്നേഹത്തോടുകൂടി എങ്ങനെ ഒരു സമൂഹം ജീവിക്കണം, നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ ഒരു പ്രതീകമാണ് ഞാൻ. എനിക്ക് പട്ടിണി കിടന്നതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയാം. ഞാൻ ഒരു കുഗ്രാമത്തിൽ നിന്ന് ജനിച്ചു വളർന്ന് എല്ലാ മനുഷ്യരുടെയും സഹായ സഹകരണത്തോട് കൂടിയിട്ട് അവിടെ ജീവിക്കുകയും പിന്നീട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 8 വർഷത്തോളമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോടൊപ്പം പല പ്രവർത്തനങ്ങൾ ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ BJPയുടെ മെമ്പർഷിപ്പ് ഡ്രൈവിന്റെ കോ കൺവീനറായിട്ട് ഓൾ ഇന്ത്യയിൽ 5 പേര് സെലക്ട് ചെയ്തപ്പോ കൺവീനറായിട്ട് മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയും കോ കൺവീനറായിട്ട് എന്നെയുമാണ് സെലക്ട് ചെയ്തത്. അപ്പൊ ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയെ നരേന്ദ്രമോദിജിയും അമിത്ഷാജിയും വിശ്വസിക്കുന്നുവെങ്കിൽ അതിന്റെ കാരണം എന്ന് പറയുന്നത് എന്റെ പ്രസ്ഥാനം എനിക്ക് നൽകിയിട്ടുള്ള അകമഴിഞ്ഞ പിന്തുണയാണ്. അതുകൊണ്ട് തന്നെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ഞാൻ പോയാലുള്ള ഒരു ഗുണം ഞാൻ ചോദിക്കുകയാണ് അമ്മമാരോട്, സഹോദരന്മാരോട്. നിങ്ങളുടെ ശോഭ ഞാൻ പോയാൽ പോരെ. കാരണം എന്താണ്? നിങ്ങൾക്ക് വേണ്ടി എനിക്ക് പാർലമെന്റിൽ സംസാരിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ മോദിജിയുടെ വീട്ടിലേക്കും എനിക്ക് പോകാൻ പറ്റും. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.